السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഗാഫിർ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ആ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായത് ആശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ ഒന്നുകിൽ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും, അതൊരു ആശ്വാസം ഉണ്ടാവും. അല്ല എങ്കിൽ വിശ്വാസികൾക്കും പ്രവാചകനും ഏതൊരു കാര്യത്തിലാണോ ആശ്വാസം, അത് റബ്ബിനറിയാം. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആശ്വാസ വാക്കാണ് സൂറത്തു ഗാഫിറിലെ 7-ാമത്തെ വാക്ക്. അത് മേലെ ഖുർആൻ ഇട്ടിട്ടുണ്ട്. ഖുർആനിൽ ഇങ്ങനെ നോക്കുക, ഒപ്പം ക്ലാസ് കേൾക്കും ചെയ്യുക, എന്നാൽ വളരെ എളുപ്പമാവും. അല്ലദീന യഹ്മിലൂനൽ അർശ, അല്ലദീന ഒരു വിഭാഗം ആളുകൾ, യഹ്മിലൂന അവർ വഹിക്കുന്നു, അൽ അർശ അള്ളാഹുവിൻ്റെ അർശ്. അള്ളാഹുവിൻ്റെ അർശ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനം. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. മലക്കുകളെ കുറിച്ചാണ് വിഷയം പറയുന്നത്. അള്ളാഹുവിൻ്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ. അവിടെ കൺഫ്യൂഷൻ ആകാനുള്ള വാക്കുകളൊന്നുമില്ല. വമൻ ഹൗലഹു അതിൻ്റെ ചുറ്റുമുള്ളവരും, ഹൗല് പറഞ്ഞ ചുറ്റും, അള്ളാഹുവിൻ്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകളും അതിന് ചുറ്റുമുള്ളവരും യുസബ്ബിഹൂന, തസ്ബീഹ് കേട്ട് പരിചയല്ലേ, അവർ തസ്ബീഹ് നടത്തുന്നു. തസ്ബീഹ് പറഞ്ഞാൽ അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തസ്ബീഹ് യുസബ്ബിഹൂന, മലക്കുകൾ തസ്ബീഹ് നടത്തുന്നു. ബിഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിനെ സ്തുതിക്കലോടുകൂടി, അഥവാ അവരുടെ റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അർത്ഥം വെച്ചോണ്ട് വളരെ എളുപ്പമായിട്ട് അറബി. ആദ്യം ഹിം, പിന്നെ റബ്ബ്, പിന്നെ ഹംദ്, പിന്നെ ബി, അങ്ങനെയാണ് അർത്ഥം പോകേണ്ടത്. ഹിം പറഞ്ഞാൽ അവരുടെ രക്ഷിതാവിനെ സ്തുതിക്കലോടുകൂടി അവർ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു മലക്കുകൾ. മാത്രമല്ല വയുഅ്മിനൂന അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈമാൻ യുഅ്മിൻ ബിഹി അവനിൽ, അള്ളാഹുവിൽ. അപ്പോൾ മലക്കുകളെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എണ്ണി പറയാൻ കേട്ടോ. ഒന്ന്, അവർ അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്നവരാണ്. അവർ മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ളവരും അതുപോലെ അള്ളാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സ്രഷ്ടാവിന് ഹംദും നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല വയുഅ്മിനൂന ബിഹി, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി ഭൂമി ലോകത്തുള്ള മനുഷ്യർക്ക് മലക്കുകൾ ചെയ്യുന്ന ഒരു വിഷയം അള്ളാഹ് പറയാം. ഭൂമിയിലുള്ള നമുക്ക് മലക്കുകളുടെ ഒരു പ്രവൃത്തി നമുക്കുണ്ടാകും. എന്താണത്? വയസ്തഗ്ഫിറൂന അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അള്ളാഹു എനിക്ക് പുറത്തു കൊണ്ടാണ്. മലക്കുകൾ പാപമോചനം ചെയ്യുന്നു. ആർക്ക്? ലില്ലദീന ആമനൂ, വിശ്വസിച്ചവർക്ക്. സുബ്ഹാനല്ലാഹ്, കറ കളഞ്ഞ ഈമാന്, വിശ്വാസം ഉള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ പറയുക? മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. അത് വലിയ സംഭവം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് മാത്രം കീഴൊതുങ്ങി ജീവിക്കുന്ന ആ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന സൗഭാഗ്യവാന്മാരാണ് ആര്? ഈമാനുള്ളവർ. അതുകൊണ്ട് ഈമാനിൽ നല്ല ഉറപ്പുണ്ടാക്കിയെടുക്കണം നമ്മൾ. വയസ്തഗ്ഫിറൂന, മലക്കുകൾ പാപമോചനം തേടുന്നു. ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. ഇനി മലക്കുകൾ പാപമോചനം തേടുന്നതിൻ്റെ രീതി പറയാണ്. എന്താ? റബ്ബനാ,
ഞങ്ങളുടെ റബ്ബേ. റബ്ബ് പറഞ്ഞ രക്ഷിതാവ്. റബ്ബന പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തേണ്ട വാക്കാട്ടത് റബ്ബന എന്നത്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ. വസിഅത കുല്ല ശൈഇൻ, വസിഅത കുല്ല ശൈഇൻ, വസിഅത നീ വിശാലമായിരിക്കുന്നു, കുല്ല ശൈഇൻ എല്ലാ വസ്തുവിനും. വസിയ പറഞ്ഞ വിശാലമായി, കുല്ല ശൈഇൻ എല്ലാ വസ്തുവും, കുല്ല് പറഞ്ഞ മുഴുവൻ, ഷെയ് വസ്തു. റഹ്മത്തൻ കാരുണ്യത്താൽ, റഹ്മത്ത് കാരുണ്യം, അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യം സകല വസ്തുക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കി നോക്ക്, ഏത് നിരീശ്വര നിർമ്മിതവാദിക്കായാലും അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടുന്നുണ്ട്. മലക്കുകൾ പറയുന്ന വാക്ക് റബ്ബന, ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ. വസിഅത നീ വിശാലമായിരിക്കുന്നു, കുല്ല ശൈഇൻ എല്ലാ വസ്തുവിനും, റഹ്മത്തൻ കാരുണ്യത്താൽ, വ ഇൽമൻ വിജ്ഞാനത്താലും അറിവ് കൊണ്ടും. ഇൽമു പറഞ്ഞാൽ അറിവ്, റഹ്മത്ത് കാരുണ്യം. അറിവിനാലും കാരുണ്യത്താലും എല്ലാ വസ്തുവിനും നീ വിശാലമായിരിക്കുന്നു. ഇനിയും മലക്കുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഫഗ്ഫിർ, അതുകൊണ്ട് നീ പൊറുക്കണേ. ഫഗ്ഫിർ പറഞ്ഞാൽ നമ്മൾ അല്ലാഹു മഗ്ഫിർലി പറയില്ല, അള്ളാഹു എനിക്ക് പുറത്തു കൊണ്ടാന്ന് മലക്കുകൾ പറയാം. ഫഗ്ഫിർ നീ പൊറുക്കണം. ആർക്ക് പുറത്തു കൊടുക്കും? ലില്ലദീന താബു പശ്ചാത്തപിക്കുന്നവർക്ക്. ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണമെന്ന് മലക്കുകൾ ദുആ ചെയ്യും. രണ്ടാമത് പശ്ചാത്തപിക്കുന്നവർക്ക്. നമ്മൾ പശ്ചാത്തലം പറഞ്ഞാൽ തൗബ കേട്ടില്ലേ? അള്ളാഹുവേ എൻ്റെ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ, ഇതിനാണ് തൗബ പറയാം. ഇങ്ങനെ തൗബ ചെയ്യുന്ന ആളുകൾക്ക് മലക്കുകൾ നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകും. രണ്ട് പ്രാർത്ഥനയും ഒരുമിച്ചുള്ളൂ. ഒന്ന് തൗബ ചെയ്യുന്ന വ്യക്തിയുടെ ആ തൗബ, അതും ഒരു പ്രാർത്ഥന. രണ്ട്, ഈ തൗബ ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തിയുടെ തൗബ നീ സ്വീകരിക്കണമെന്ന്. എത്ര കാഠിന്യമുള്ള പ്രാർത്ഥന ആയിരിക്കും അത്. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്യണം. മാത്രമല്ല, ആർക്കൊക്കെയാണ് പുറത്തു കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞു പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക്. രണ്ടാമത് പറഞ്ഞു വത്തബഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റുകയും ചെയ്തവർക്ക്. വത്തബഉ അവർ പിൻപറ്റി, സബീല് മാർഗം, നിന്റെ മാർഗം പിൻപറ്റിയവർക്കും നീ പുറത്തു കൊടുക്ക്. എന്താ അള്ളാഹുവിൻ്റെ മാർഗം എന്നാൽ ദീനുൽ ഇസ്ലാമിൻ്റെ നേർരേഖയിൽ സഞ്ചരിക്കുക. മൂന്നാമതായി മലക്കുകൾ പ്രവർത്തിക്കുന്നത് എന്താ അറിയോ? വഖിഹിം അദാബൽ ജഹീം, വഖിഹിം അവരെ കാക്കുകയും ചെയ്യുക. നമ്മൾ വക്കിന അദാബന്നാർ പറയില്ലേ, നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ എന്ന്. വഖ എന്നാൽ കാക്കുക, അതുപോലെ പിന്നെ തടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. മലക്കുകൾ പ്രാർത്ഥിക്കണം അവരെ കാക്കണം. അദാബൽ ജഹീം, അദാബ് ശിക്ഷ, ജഹീം ജ്വലിക്കുന്ന, ജഹീം ആണ് ജ്വലിക്കുന്ന ശിക്ഷയിൽ നിന്ന് അവരെ നീ കാക്കേണമേ എന്നും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്തൊരു സുന്ദരമായ ആയത്തറിയോ? ഇത് നല്ലവണ്ണം ഖുർആൻ വെച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ നോക്ക്. അല്ലദീന യഹ്മിലൂനൽ അർശ, അള്ളാഹുവിൻ്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ. അള്ളാഹുവിൻ്റെ അർശ് അതാണല്ലോ, അർശാണ്. അർശ് അതാണ് സിംഹാസനം. അത് എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ല. അതിനെ വഹിക്കുന്ന മലക്കുകൾ ഏതാണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് അവരത് വഹിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയുക സാധ്യമേ അല്ല. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഹാഖയിൽ പറയുന്നുണ്ട്, വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. ഖിയാമത്ത് നാളിൽ 8 പേരായിരിക്കും അർശ് വഹിക്കുക. 8 മലക്കുകൾ അർശ് വഹിക്കുന്ന ഖിയാമത്ത് നാളിൽ. ഇതുപോലെയുള്ള അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ പ്രസ്താവിച്ചത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. നമ്മുടെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനിക്കാനോ അനുമാനിക്കുവാനോ രൂപപ്പെടുത്തുവാനോ ഒരു നിവൃത്തിയുമില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇതിൽ നമ്മുടെ കടമ നമ്മൾ പരിപൂർണമായും അതിലെങ്കിൽ വിശ്വസിക്കുക, അവയുടെ ബാഹ്യാർത്ഥം കൊണ്ട് മനസ്സമാധാനപ്പെടുകയും ചെയ്യുക. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ആമന്ന സല്ലംന, വിശ്വസിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. എന്നാൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ അള്ളാഹുലേക്ക് വിടുകയും ചെയ്യുക. ചില ആളുകളൊക്കെ ചെയ്യാറുള്ളത് പോലെ എന്തെങ്കിലും വ്യാഖ്യാനം നൽകി തൃപ്തിപ്പെടുകയോ
മറ്റു ചിലർ ചെയ്യുന്നത് ഇതൊക്കെ വെറും അലങ്കാര പ്രയോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കി ചില ഉപമകളാക്കി തള്ളിക്കളയുകയോ ചെയ്യുവാനും നമുക്ക് നിർവാഹമില്ല. അതിനൊന്നും നമ്മൾ മുതിരരുത്. അള്ളയും റസൂലും എന്ത് പറഞ്ഞിട്ടുണ്ടോ അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ നിൽക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരായത്തെ ഓതി വെച്ചിട്ടുള്ളൂ. ഇനി രണ്ടാമതൊരായത്തും കൂടി, അത് തുടക്കത്തിൽ ഓതാനേ വിട്ടുപോയതാണ്, മലക്കുകളുമായി ബന്ധപ്പെട്ട് തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുല്ലിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഓത്തിലവിടെ ചെറിയൊരു ശ്രദ്ധ വേണം, ഞാനവിടെ പറയുന്നുണ്ട്. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി, അതൊക്കെ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അദ്നിനില്ലതി, അവിടെ ഉള്ളത് അദ്നിൻ അല്ലത്തി എന്നാണ്. അങ്ങനെയല്ല ഓതേണ്ടത്. അവിടെ അദ്നിൻ എന്നതിന് ഒരു തൻവീൻ അങ്ങ് കളയണം. എന്നിട്ട് അദ്നി, നമ്മളെ ഭാഗം ഒരു നൂന് ചേർത്തി കൊടുക്കണം. അദ്നി നില്ലത്തി, അദ്നി നില്ലത്തി. അവിടുത്തെ അലിഫ്ലാം ഉച്ചാരണത്തിൽ വരരുത്. അദ്നി നില്ലത്തി. അപ്പൊ രണ്ട് നൂന് നീ എന്നത് അങ്ങനെ അദ്നിൻ അല്ലത്തിന്ന് ഒരിക്കലും ഓതരുത്, അത് റോങ് ആണ്, തെറ്റാണ്. അദ്നി നില്ലത്തി, അവിടെ ഒരു നൂനിന്റെ തൻവീനം കളഞ്ഞിട്ട് നീ ആവും, പിന്നെ ഒരു നൂനിനെ കൂടി ചേർത്ത് കൊടുക്കുക. രണ്ട് നൂന് ഒരുമിച്ച് പറയാം. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിനില്ലതി വഅദ്തഹും. ആ ദാലിനെ തായിലേക്ക് കൂട്ടി അങ്ങ് ചേർക്കുക. ഇദ്ഗാം എന്നാണ് പറയാം. ദാലിന്റെ ഉച്ചാരണം കേൾക്കുക. വഅദ്തഹും, താവിനെ നല്ല കനപ്പിച്ച് പറയാം. ദാലിനെ ഉച്ചാരണത്തിൽ നിന്ന് കേൾക്കാതെ മറക്കുക. വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുല്ലിയാതിഹിം. വദുല്ലിയാത്, റാഇനു ശദ്ദ് യാഉനു ശദ്ദ്. ഇന്നക അൻതൽ അസീസുൽ ഹകീം. മലക്കുകൾ ഭൂമിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് എണ്ണി പറയുന്നത്. അതിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയും കൂടിയുണ്ട്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. മലക്കുകൾ പറയും എത്ര, വഅദ്ഖിൽഹും, അവരെ നീ പ്രവേശിപ്പിക്കണമേ. ദഖല പറഞ്ഞ പ്രവേശിച്ചു അല്ലേ, അവരെ നീ പ്രവേശിപ്പിക്കണമേ. ജന്നാത്തു അദ്നിൻ, ജന്നത്ത് പറഞ്ഞാൽ സ്വർഗം, ജന്നാത്ത് സ്വർഗങ്ങൾ, ബഹുവചന രൂപ നമുക്ക് പരിചയമുണ്ട്. ജന്നത്ത് ജന്നാത്ത്. അദ്ൻ പറഞ്ഞാൽ സ്ഥിരവാസം. സ്വർഗത്തിൽ പിന്നെ ഇന്ന കാലതാമസം അത്രയൊന്നുമില്ലല്ലോ, സ്ഥിരവാസം. അത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ. മലക്കളുള്ള പ്രാർത്ഥന കിട്ടണമെങ്കിൽ ക്വാളിറ്റി വേണേ, ഈമാൻ വളരെ പ്രധാനമാണ് പറഞ്ഞു. വഅദ്ഖിൽഹും, അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിൽ. ഇനി എന്താ സ്വർഗത്തിന്റെ വിശേഷണം? അത് അല്ലാഹ് പറയാം. വിശേഷണം അല്ലത്തി വഅദ്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത. വഅദ വഅദ്ത, ഹും പറഞ്ഞ അവർ, അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കണമേ. അവരെ മാത്രമല്ല, വമൻ സ്വലഹ, നന്നായി തീർന്നവരെയും. സ്വാലിഹ് പരിചയല്ലേ, അയാൾ ഭയങ്കര സ്വാലിഹ എന്ന് നമ്മൾ പറയല്ലേ, അത് നന്നായവെന്ന അതിൻ്റെ അർത്ഥം. വമൻ സ്വലഹ, നന്നായി തീർന്നവരെയും. ഇനി ആരാണ് നന്നായി തീർന്നവർ? മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്. അപ്പോൾ മക്കളെ മാത്രമല്ല, പിന്നെ അല്ലെങ്കിൽ വാപ്പാനെ മാത്രമല്ല, ഉമ്മാനെ മാത്രമല്ല, ആരൊക്കെയാണോ അവരുടെ ബന്ധവുമായിട്ട് നന്നായി തീർന്നവരെയും. ഉദാഹരണം ചിലത് ഇവിടെ പറയുന്നേ ഉള്ളൂ. അബുൻ ആബാ, അവരുടെ പിതാക്കളിൽ നിന്ന്. വ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും. സൗജ് അസ്വാജ് പരിചയമുണ്ട്. വ ദുല്ലിയാതിഹിം, അവരുടെ സന്തതികളിൽ നിന്ന്. ദുല്ലിയാത്ത്, നോക്ക്, ആദ്യം വാപ്പ, പിന്നെ ഭാര്യ, പിന്നെ മക്കള്. അതാണ് എൻ്റെ ആ പദപ്രയോഗത്തിന്റെ 3 രീതി. ഒന്ന് ആബാ, പിതാക്കന്മാർ, അസ്വാജ് ഇണകൾ, ദുല്ലിയാത്ത് സന്തതികൾ. ഏതെങ്കിലും ഒരു വാക്കിന് അർത്ഥം നമ്മൾ എന്തെങ്കിലും പഠിക്കണം. ഇവരെയൊക്കെയും അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. മലക്കുകളുടെ പ്രാർത്ഥന. ഇനി ആരാണ് മലക്കുകൾ? അള്ളാഹു ആരാ? അസ്തഗ്ഫിറുല്ലാഹ്, മലക്കുകളല്ല, അള്ളാഹു ആരാണ്? അത് ഇവിടെ പരിചയപ്പെടുത്തുക. ആരാണ് അള്ളാഹു?
ഇന്നക തീർച്ചയായും നീ, അൻത നീ തന്നെയാണ്. അവിടെ ഒരു ആശയത്തെ ശക്തിപ്പെടുത്താൻ അൻത അല്ലെ, ഇന്നക്കൽ അസീസുൽ ഹക്കീം പറഞ്ഞാൽ മതി. ഇന്നക തീർച്ചയായും നീ, അൻത നീ തന്നെയാണ്, അൽ അസീസ് അൽ അസീസുൽ ഹക്കീം. രണ്ട് പേര്, അസീസ് ഹക്കീം, അള്ളാഹുവിൻ്റെ പേരാണ്. അസീസ്, അള്ളാഹു അസീസാകുന്നു. നമ്മൾ പറയും പ്രതാപശാലി, ഒരാൾക്കും അതിജയിക്കാൻ കഴിയാതെ എപ്പോഴും ഉയർന്നു നിൽക്കുന്നവൻ, അസീസ് പ്രതാപശാലി. അൽ ഹക്കീം അഗാധജ്ഞൻ, തത്വജ്ഞൻ എന്നൊക്കെ അതിനർത്ഥം പറയാം. അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടുന്ന ഒരു ആയത്താണ് ഈ ആയത്ത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ മലക്കുകൾ, ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവർ ആരൊക്കെയാണ്, അങ്ങനെ ലഭിക്കാൻ പര്യാപ്തമായ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ തേടി പിടിച്ച് മനസ്സിലാക്കി അതിന് അർഹരാകുന്ന ആളുകളായി നാം ഉൾപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റമദാനിൻ്റെ ഓരോ ദിനങ്ങളിലും നമ്മൾ അള്ളാഹുവുമായി അടുക്കുന്ന കർമ്മങ്ങൾ കൂടുതൽ ചെയ്താൽ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകും. ആദ്യം ഈമാന് ശരിയാക്കണം. ശിർക്ക്, ബിദഅത്തുകൾ, ഹറാം ഇതൊന്നും ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക. എന്നാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഉണ്ടായാൽ മാലാഖമാരുടെ പ്രാർത്ഥനകളിൽ നമുക്കൊരു ഇടമുണ്ടാകുമെന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ആയത്ത് നോദിയിട്ട് നമുക്ക് അവസാനിപ്പിക്കുക. നല്ലവണ്ണം ഖുർആനിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. എൻ്റെ കൂടെ തന്നെ വരും ചെയ്യാം. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا اتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. السلام عليكم ورحمة الله وبركاته.